ഇവിടെ തൃപ്തിയും അങ്കിത്തും സ്കൂളിലെ ബോർഡിംഗ് എക്സാമിൽ ഒരേ മാർക്ക് വാങ്ങി ടോപ്പർ ആകുന്നു. എന്നാൽ അവർ രണ്ടുപേർക്കും ഒരു ട്രോഫി കൊടുത്തത് കാരണം അടുത്ത എക്സാമിൽ ആരാണോ കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അവർക്ക് ആ ട്രോഫി കൊണ്ടുപോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്കിത്ത് നീറ്റ് എക്സാമിന് വേണ്ടി കോച്ചിങ്ങിന് പോവുകയാണെന്ന് മനസ്സിലാക്കി തൃപ്തി അച്ഛനോട് അവൾക്കും നീറ്റ് എക്സാം എഴുതണമെന്ന് പറഞ്ഞെങ്കിലും നീ കല്യാണം കഴിച്ച് പോകേണ്ട പെൺകുട്ടിയാണ്, എന്തിനാ ഇത്ര പഠിക്കുന്നത് എന്ന് ചോദിച്ച് അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ ഒട്ടും പഠിക്കാത്തവളുടെ അനിയനെ അവർ നീറ്റ് എക്സാമിന് കോച്ചിങ്ങിന് ചേർക്കുന്നു. നീയൊക്കെയാണോ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നതെന്ന് അവൾ അനിയനോട് ചോദിച്ചപ്പോൾ പിന്നെ നീയാണോ എഴുതുന്നേ, നീ വീട് നീറ്റായി ക്ലീൻ ചെയ്യാൻ പഠിക്കുമെന്ന് അവൻ പറയുന്നു. അങ്കിത്ത് വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടി കോച്ചിംഗ് വഴി എക്സാമിന് പഠിക്കാൻ ആരംഭിച്ചപ്പോൾ തൃപ്തി വീട്ടുജോലികൾ ചെയ്ത് ഫ്രീ കിട്ടുന്ന സമയം വീട്ടിലിരുന്ന് പഠിക്കാൻ നോക്കുന്നു. അങ്ങനെ അടുത്ത എക്സാമിൽ അങ്കിത്ത് നല്ല മാർക്ക് വാങ്ങി അവളുടെ കയ്യിൽ നിന്നും ആ ട്രോഫി വാങ്ങുന്നു. എന്നാൽ അവൾ വീട്ടിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് അവളെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു കൂട്ടരെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പഠിക്കണം, എന്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ കല്യാണം കഴിക്കുകയെന്ന് അവൾ ചോദിച്ചെങ്കിലും ഇപ്പോൾ നിശ്ചയിച്ചു വെച്ച് നിന്റെ പഠിത്തം കഴിഞ്ഞ് നമുക്ക് കല്യാണം നടത്താമെന്ന് അമ്മ പറയുന്നു. എന്നാൽ അതിനുശേഷം അവളെ സ്കൂളിൽ കാണാത്തത് കാരണം അങ്കിത്ത് കാര്യം അറിയാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവളുടെ കല്യാണം അവിടെ ഉറപ്പിക്കുന്നത് കണ്ട് അവിടെ നിന്നും തിരിച്ചു പോയവൻ അന്ന് രാത്രി അവളെ കാണാൻ ചെന്ന് നീറ്റ് എക്സാം എഴുതിയാൽ അതിൽ പാസ്സായാൽ നിന്റെ കഷ്ടപ്പാട് തീരുമെന്ന് പറഞ്ഞ് അവന്റെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് അവന്റെ കോച്ചിംഗ് ക്ലാസ് മൊബൈൽ വഴി അവളോട് കാണാൻ പറയുന്നു. അങ്ങനെ അവളെ കളിയാക്കിയ അവളുടെ അനിയനോടും അവളുടെ അമ്മയോടും ഇനി ഞാൻ പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ നല്ല രീതിയിൽ പഠിച്ച് തയ്യാറായി. അവൾക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് അവൾ അങ്കിത്തിനോട് നന്ദി പറയുന്നു. എക്സാം കഴിഞ്ഞ് മാർക്ക് വന്നപ്പോൾ അങ്കിത്ത് പാസ്സായെങ്കിലും തൃപ്തിയാണ് അതിൽ ടോപ്പർ ആയത്. വിവരമറിഞ്ഞ് അവൻ അവളുടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവളെ ഇന്റർവ്യൂ എടുക്കാൻ ഒരുപാട് ചാനലുകൾ അവിടേക്ക് വന്ന് അവിടെ വെച്ച് അവളുടെ അച്ഛൻ മകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡോക്ടർ ആകാൻ വേണ്ടി അവൾ പഠിക്കാൻ പോകട്ടെ എന്ന് പറയുന്നു.